നിങ്ങൾ അത്യാവശ്യം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും കല്യാൺ ജുവലേഴ്സിന്റെ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം? മാത്രമല്ല ഈ കല്യാൺ ജുവലേഴ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ബിസിനസ് മോഡൽ എന്താണ്, അതിന്റെ ഒരു യുണീക്നെസ് എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല അവസാനം ഈ ഒരു സ്റ്റോക്ക് തിരിച്ച് അതിന്റെ പീക്കിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് കാണാം, ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ എന്ന രീതിയിൽ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് കല്യാൺ ജുവലേഴ്സിന്റെ സ്റ്റോക്കിന്റെ പ്രത്യേകത. അതായത് ഇത് 2021 IPO ആയിട്ട് ലിസ്റ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് 75 പ്രൈസ് റേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ആ ഒരു 4 ഇയേഴ്സ് കൊണ്ട് അത് 795 അതായത് ഓൾമോസ്റ്റ് 10 ടൈംസിലേക്ക് അത് റൈസ് ചെയ്തു. അപ്പോൾ ഇതൊരു മൾട്ടി ബാഗർ സ്റ്റോക്ക് നമുക്ക് പറയാം, കാരണം 10 ടൈംസ് റൈസ് ചെയ്ത സ്റ്റോക്കാണ്. അതായത് നിങ്ങൾ ഏതാണ്ട് ഒരു 3 വർഷം മുൻപോ അല്ലെങ്കിൽ 4 വർഷം മുൻപോ ഒരു 1 ലക്ഷം രൂപയായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അത് ഓൾറെഡി 10 ലക്ഷം ആയിട്ടുണ്ടാവും. നിങ്ങൾ 10 ലക്ഷമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ വെറും 3 to 4 ഇയേഴ്സ് കൊണ്ട് അത് 1 കോടിയായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വലിയൊരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോഴും ഭയങ്കരമാണ്, പക്ഷേ ഇപ്പോൾ റീസൺസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ 1 മാസമായിട്ട് ഇത് വലിയൊരു കറക്ഷൻ അഥവാ വലിയൊരു ക്രാഷ് ആണ് ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 മാസത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 32% ഇത് താഴേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 795 പീക്കിൽ നിന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി 502 ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പീക്കിലൊക്കെ ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ 30% ലോസിലായിരിക്കും. നിങ്ങൾ 1 ലക്ഷം ഈ പീക്കിൽ ഓൾമോസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഒരു 30%, ദാറ്റ് ഈസ് 30,000 റുപ്പീസ് നിങ്ങൾ നഷ്ടത്തിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ കല്യാൺ ജുവലേഴ്സിൻ്റെ ജസ്റ്റ് ബ്രീഫ് ഹിസ്റ്ററിയും ഓൾസോ ഇതിൻ്റെ ബിസിനസ് മോഡൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം അത് കോണ്ടെക്സ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ കറക്ഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കല്യാൺ ജുവലേഴ്സിന് നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഈ കമ്പനി 1993 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു റീറ്റെയിൽ ജ്വല്ലറി ഷോപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് തൃശ്ശൂർ ഒരു സ്റ്റോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കേരളത്തിൽ മാത്രം ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ട് നിന്നില്ല. ഓൾമോസ്റ്റ് 2000 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് സൗത്ത് ഇന്ത്യയിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലും കേരളം വിട്ടുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫൈനലി 2013 ആകുമ്പോൾ മിഡിൽ ഈസ്റ്റിലേക്കും പുതിയ പുതിയ സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 2021 ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുന്നത്. അപ്പോഴത്തേക്കും അതിന് കുറേ സ്റ്റോഴ്സ് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കാൻഡിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ജ്വല്ലറി പ്ലാറ്റ്ഫോം ഇത് അക്വയർ ചെയ്തു. അപ്പോൾ ഓൺലൈൻ സ്പേസിലേക്കും കടക്കാൻ വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2021 IPO ആയി. അതിനുശേഷമാണ് വലിയൊരു ഗ്രോത്ത് ഉണ്ടായത്. ഓക്കെ, ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ റവന്യൂ. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 18,000 crore ആണ് കഴിഞ്ഞ വർഷത്തെ റവന്യൂ അഥവാ സെയിൽസ്. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 600 crores ആണ് പ്രോഫിറ്റ്. 11,000+ എംപ്ലോയീസ് ആണ് ഈ കമ്പനിയുള്ളത്. സോ ഇറ്റ് ഈസ് എ വെരി ബിഗ് കമ്പനി നോ. ഓക്കെ, മാത്രമല്ല ഈ ഒരു വർഷം 2025 വർഷത്തിൽ 80 സ്റ്റോഴ്സ് തുടങ്ങണമെന്നും അതിൽ 50 സ്റ്റോഴ്സ് എക്സ്ട്രാ കാൻഡിയറിൻ്റെ സ്റ്റോഴ്സും പിന്നെ 5 ഇൻ്റർനാഷണൽ സ്റ്റോഴ്സ് ഒക്കെ തുടങ്ങണമെന്നാണ് കല്യാണിൻ്റെ പ്ലാൻ. അപ്പോൾ വലിയ വലിയ അംബീഷ്യസ് ആയിട്ടുള്ള പ്ലാൻ ഈ വർഷവും ഇനി അങ്ങോട്ടുള്ള വർഷവും ഉള്ളൊരു ഭയങ്കര ഗ്രോത്ത് പ്രോസ്പെക്റ്റ് ഉള്ളൊരു കമ്പനിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഈ ഒരു കമ്പനിയുടെ സക്സസിന് കാരണമായിട്ടുള്ള ഇതിൻ്റെ ബിസിനസ് മോഡൽ എന്താണ്? അപ്പോൾ ഇതൊരു യുണീക്ക് ബിസിനസ് മോഡലാണ് നമ്മുടെ കല്യാൺ ജുവലേഴ്സിലുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവർ കൂടുതൽ ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന മോഡൽ ഫോക്കോ മോഡലാണ്. ഫോക്കോൻ്റെ ഫുൾ നെയിം ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്. ബേസിക്കലി ഇപ്പോൾ ഈ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺഡ് ആയിരിക്കും. അതായത് വേണം നിങ്ങൾക്ക് പോയിട്ട് കല്യാണിൽ ഒരു ഫ്രാഞ്ചൈസി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കല്യാൺ ജുവലേഴ്സിൻ്റെ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആകെയുള്ള കണ്ടീഷൻ നിങ്ങൾ വേണം അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഷോറൂം വാങ്ങേണ്ടതും അവിടേക്കുള്ള സാധനങ്ങൾ വാങ്ങേണ്ട എല്ലാ കാര്യങ്ങളുടെയും ക്യാപിറ്റൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും. പക്ഷേ കമ്പനി ആയിരിക്കും അതിലെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം അവിടുത്തെ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, അവിടുത്തെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഈ ഗോൾഡിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ബില്ലിങ്ങും എല്ലാ കാര്യങ്ങളും മാർക്കറ്റിംഗ് ഒക്കെ കമ്പനി ആയിരിക്കും ചെയ്യുക. ഓപ്പറേഷൻ കമ്പനി ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രം ഇൻഡിവിജ്വൽ അഥവാ ഫ്രാഞ്ചൈസി പെർസ്പെക്റ്റീവ് നിങ്ങൾ കുറേ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ. പക്ഷേ നിങ്ങൾ വേണം എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് കമ്പനിക്ക് പെട്ടെന്ന് സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കമ്പനി ഓരോ സ്റ്റോറും പോയി ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല കമ്പനിക്ക് കുറേ അസറ്റ്സ് വാങ്ങാൻ വേണ്ടി ലോൺ എടുക്കേണ്ടോ അല്ലെ സ്വന്തം പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ ഫ്രാഞ്ചൈസി ചെയ്തോളൂ. അപ്പോൾ രണ്ടുപേർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. പിന്നെ ഇതിൽ ഫ്രാഞ്ചൈസിയും കമ്പനി ഒരു പ്രോഫിറ്റ് അല്ല റവന്യൂ ഷെയറിംഗ് മോഡലായിരിക്കും ഇത് നടത്തുക. അപ്പോൾ ഈ ഒരു മോഡൽ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ കല്യാൺ ഇനി അങ്ങോട്ടുള്ള പല സ്റ്റോഴ്സും ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ 80 സ്റ്റോർ 50 സ്റ്റോർ കാൻഡിയർ ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മോഡൽ ആയതുകൊണ്ടാണ്. കാരണം ആണെങ്കിൽ ഭയങ്കര അസറ്റ് ലൈറ്റ് മോഡലാണ്. കുറേ പൈസ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്ന പല ബിസിനസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ റിലയൻസ് ട്രെൻഡ്സ് പോലത്തെ കമ്പനികളൊക്കെ ഈ ബിസിനസ് ആണ് ഫോളോ ചെയ്യുക. ഓൾസോ കഫേ കോഫി ഡേ, BPCL. അപ്പോൾ ഇങ്ങനത്തെ കുറേ കമ്പനീസ് ഇന്ത്യയിൽ ഓൾറെഡി ഈ ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്. അസറ്റ് ലൈറ്റ് മോഡലാണ്, അതുകൊണ്ട് വേഗം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് സ്ട്രാറ്റജി ഹൈപ്പർ ലോക്കൽ സ്ട്രാറ്റജിയാണ്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഓരോ സ്ഥലങ്ങളിലും, ഇപ്പം നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഓരോ സ്ഥലങ്ങളിലും ഇവർക്ക് സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഒരു സ്റ്റോഴ്സ് തുടങ്ങുകയാണെങ്കിലും അവിടുത്തെ ട്രെൻഡും അവിടുത്തെ ഒരു കൾച്ചറും കൂടെ നോക്കിയിട്ടാണ് അവർ ജ്വല്ലറി ഒക്കെ സെറ്റ് ചെയ്യുക. അല്ലാണ്ട് അവരെല്ലാ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലത്തെ ജ്വല്ലറി എന്നായിരിക്കില്ല. അപ്പോൾ ഭയങ്കര ഹൈപ്പർ ലോക്കൽ അപ്രോച്ചാണ്. അത് മാർക്കറ്റിങ്ങിനും അങ്ങനെയായിരിക്കും. എവിടെയൊക്കെ അവർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടുത്തെ സെലിബ്രിറ്റീസ് ആരാണോ അവരെ നോക്കിയിട്ടായിരിക്കും ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് ഒക്കെ ആ രീതിയിലാണ് ഇവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഹൈപ്പർ ലോക്കൽ അപ്രോച്ചാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളത് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ബേസിക്കലി ഇവർ വെഡ്ഡിംഗ് ജ്വല്ലറിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എങ്കിലും വെഡ്ഡിംഗ് ജ്വല്ലറി മാത്രമല്ല അവർക്കുള്ളത്, പിന്നെ വേറെ എന്തൊക്കെ സാധനമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവരുടെ ആനുവൽ റിപ്പോർട്ടൊക്കെ നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു കാറ്റഗറി ഓഫ് ജ്വല്ലറിയിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. പല പല കാറ്റഗറി, ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി, ആസ്പിറേഷൻ ജ്വല്ലറി, അല്ലാത്ത പല പല സ്റ്റഡഡ് ജ്വല്ലറി, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ കാര്യത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇനിയും പല ജ്വല്ലറി അല്ലാത്ത കാര്യങ്ങളും ഈ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവരുടെ എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ പ്ലാൻസ് വിത്തിൻ ഇന്ത്യ മാത്രമല്ല ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ ഇഷ്ടംപോലെ സ്റ്റോഴ്സ് ഉണ്ട്. കൂടാതെ അവർ US മാർക്കറ്റിലും എൻട്രി ചെയ്യാനുള്ള പ്ലാൻ നടക്കുന്നുണ്ട്. അതും കൂടാതെ ഇവർ കാൻഡിയർ അക്വയർ ചെയ്തോടെ, കാൻഡിയർ എന്ന് പറഞ്ഞ കമ്പനി അക്വയർ ചെയ്തോടെ ഇവർ ഓൺലൈൻ സ്പേസിൽ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി കാൻഡിയർ എന്ന് കടിച്ചു നോക്കി ഓൺലൈനിൽ നിങ്ങൾക്ക് ജ്വല്ലറി വാങ്ങാനുള്ള ഒരു ഫെസിലിറ്റി, അതും കല്യാണിൻ്റെ കമ്പനിയാണ് കാൻഡിയർ. അപ്പോൾ അങ്ങനെ ഓൺലൈൻ എക്സ്പാൻഷൻ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ എക്സ്പാൻഷൻ പ്ലാൻസ് ആണ് ഇവർക്ക് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ സ്ട്രാറ്റജി. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഈ ബിസിനസ് മോഡൽ സ്ട്രാറ്റജി ഒക്കെ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടോ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. അപ്പോൾ കോവിഡ് സമയം കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ഗ്രോത്ത് ആണ് റവന്യൂ ഉണ്ടായത്. അപ്പോൾ 10,000 crore മുതൽ 18,000 crore വരെയാണ് കഴിഞ്ഞ വർഷം റവന്യൂ ഇൻക്രീസ് ഉണ്ടായത്. പ്രോഫിറ്റും ഏതാണ്ട് അതുപോലെ തന്നെയാണുള്ളത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് കാണാം. സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 yearsൽ 29% കോമ്പൗണ്ട് ചെയ്തിട്ട് ഓരോ വർഷം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 367%, ഓൾമോസ്റ്റ് 4 times ആണ്, അല്ലെങ്കിൽ 3.5 times ആണ് പ്രോഫിറ്റ് ഇരട്ടി ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഓബ്വിയസ് പ്രൂഫ്. ഓക്കെ, ഇനി ഈ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ നോക്കുകയാണെങ്കിൽ ചെറിയ 2 പ്രശ്നങ്ങൾ ഈ കമ്പനിക്കുണ്ട്. ഒന്ന്, ഈ കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി ആണ്. അതായത് കമ്പനിക്ക് എത്ര ലോൺ ഉണ്ട് ഗിവൺ കമ്പനിയുടെ ഷെയർ ഹോൾഡർ വാല്യൂ അല്ലെങ്കിൽ ഇക്വിറ്റി വാല്യൂ. അപ്പോൾ അത് നോക്കുമ്പോൾ 1.01 ആണ്. അപ്പോൾ അതായത് ബേസിക്കലി കമ്പനിക്ക് എത്രത്തോളം ഇക്വിറ്റി ഉണ്ടോ അത്രത്തോളം ഡെറ്റ് തന്നെ, അഥവാ അത് അത്രത്തോളം ലോൺ തന്നെ കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ ലോണിൻ്റെ കാര്യത്തിൽ അത്ര നല്ലൊരു പൊസിഷനല്ല ഉള്ളത്. ഇത് മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗിവൺ ഈ കമ്പനി എടുക്കുന്ന ലോണൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണ്, ഈ പറഞ്ഞ പോലെ എക്സ്പാൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യം കൂടി ആയിരിക്കും. പക്ഷേ നമ്മൾ ചെറുതായിട്ട് കോഷ്യസ് ആയിരിക്കണം. ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കോഷ്യസ് ആണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ കാണാൻ പറ്റും. മാത്രമല്ല വേറൊരു സംഗതി ഉള്ളതിൽ ഈ കമ്പനിയുടെ PE റേഷ്യോ 82 ആണ്. അതായത് ഈ ക്രാഷ് കഴിഞ്ഞതിന് ശേഷം 30% ഡൗൺ ആയതിനു ശേഷമാണ് 82. ഇതിൻ്റെ പീക്ക് PE നമ്മൾ നോക്കുകയാണെങ്കിൽ 128 ആണ്. അപ്പോൾ PE റേഷ്യോ എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാം, അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ തൽക്കാലം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 80 PE ഒക്കെ റേഷ്യോ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ജനറലി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ കമ്പനി ഇനി അങ്ങോട്ടുള്ള ഒരു 2-3 yearsൽ മിനിമം ഓരോ ഇയറും 50% എങ്കിലും ഗ്രോ ചെയ്യുന്നതാണ്. 40-50% ഗ്രോ ചെയ്താലേ ഈ ഒരു PE ജസ്റ്റിഫൈഡ് ആവുള്ളൂ. അപ്പം അതിലുള്ള ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. PE 80 ആയതുകൊണ്ടോ 90 ആയതുകൊണ്ടോ 100 ആയതുകൊണ്ടോ നെസസറിലി കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എത്രയായിരിക്കണം, അത്രത്തോളം നിങ്ങൾക്ക് ആ കമ്പനിയുടെ പ്രോസ്പെക്ട്സ് അത്രത്തോളം നന്നായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതായത് ബേസിക്കലി 80 PE ഉള്ള സ്റ്റോക്ക് നാളെ 20% അല്ലെങ്കിൽ 30% പ്രോഫിറ്റ് ഓരോ വർഷം കൂടുന്നുള്ളൂ എങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. സ്റ്റോക്ക് ശരിക്കും ക്രാഷ് ചെയ്യും. എന്നാൽ 80 PE ഉള്ള സ്റ്റോക്ക് നാളെ ഒരു അടുത്ത 3 yearsൽ ഒരു 60% ഓരോ വർഷം ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് വലിയ രീതിയിൽ ഇൻക്രീസ് ആവും. അപ്പോൾ ആ ഒരു ഹൈ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഒരു ക്രാഷിന് ഒരു കാരണക്കാരനാവുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്തായിരുന്നു എക്സാക്ട് കാരണം? അതായത് നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റോക്ക് 1 monthൽ ഓൾമോസ്റ്റ് 30% + താഴേക്ക് വീണു. ഇതിനൊരു കാരണം എന്താണ്? അപ്പോൾ അതിന് പല പല അലിഗേഷൻസ്, റൂമേഴ്സ് ആണ് അതിൻ്റെ കാരണം. ഈ ഒരു ചാർട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. റൂമേഴ്സ് ആൻഡ് അലിഗേഷൻസ് ആണ്. അത് ബേസിക്കലി പ്രൂഫൊന്നുമില്ല, പക്ഷേ മാർക്കറ്റിൽ അൺഒഫീഷ്യലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കല്യാൺ ജ്വല്ലേഴ്സിനെ പറ്റിയുള്ള കുറച്ച് റൂമേഴ്സും അലിഗേഷൻ ആയിരുന്നു അതിന് കാരണം. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻകം ടാക്സ് റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ചെയർമാനെതിരെ ബ്രൈബറി അക്വിസിഷൻസ് ഉണ്ടായിട്ടുണ്ട്, റൂമേഴ്സ് ആയിട്ട്, ഒഫീഷ്യൽ അല്ല. മാത്രമല്ല ഇവരുടെ ഇൻവെൻട്രി, ഗോൾഡിൻ്റെ ഒക്കെ ഇൻവെൻട്രിയുടെ വാല്യൂ കൂടുതലായിട്ട് കാണിക്കുന്നു, ഓവർ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. പ്രൊമോട്ടർ പ്രൈവറ്റ് എയർലൈൻ ഒക്കെ വാങ്ങുന്നതിനെ പറ്റിയുള്ള, അല്ലെങ്കിൽ പ്രൈവറ്റ് ജെറ്റ് ഒക്കെ വാങ്ങുന്നതിനെ പറ്റിയുള്ള അലിഗേഷൻ
അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഷെയർ പ്ലെഡ്ജിങ് കൺസേൺ, അത് ഷെയർ പ്ലെഡ്ജ് ചെയ്തു. എന്താണ് ഷെയർ പ്ലെഡ്ജിങ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അക്യൂസേഷൻസ് അഥവാ റൂമേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, കമ്പനി ഇത്രയും ഫോളോ ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ റൂമേഴ്സ് ഏതൊരു കമ്പനിക്ക് വന്നാലും ഇത്രയും ഒരു കറക്ഷൻ ചിലപ്പോൾ കാണിക്കണമെന്നില്ല. അപ്പോൾ സാധാരണ നാളെ ഒരു SBI പോലത്തെ കമ്പനി, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു HDFC പോലത്തെ ഒരു കമ്പനിക്ക് ഇതുപോലത്തെ റൂമേഴ്സ് വന്നാൽ ഇത്രയും ഫോളോ ചെയ്യണമെന്ന് ഇല്ല. ഇതിൻ്റെ ഫോളോ ചെയ്യാനുള്ള വലിയൊരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ PE ആണ്. കാരണം നിങ്ങൾക്കറിയാം 82 PE എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് അത്രത്തോളം പോസിറ്റീവ് എക്സ്പെക്ടേഷൻ ആണ് ഈ കമ്പനി നിന്ന്. ഈ കമ്പനി 40% 50% ഒക്കെ ഇനി അങ്ങോട്ട് ഗ്രോ ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഹൈ എക്സ്പെക്ടേഷൻ ഉള്ളവരുടെ എക്സ്പെക്ടേഷൻസിൽ ചില ഡൗട്ടുകൾ അവർക്ക് വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ സെല്ല് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഭയങ്കര സെല്ലിംഗ് ആണ് ഈ ഒരു ഫോളിൻ്റെ കാരണം. ഈ ഒരു സെല്ലിംഗ് കല്യാൺ ജ്വല്ലേഴ്സിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ 2-3 മാസങ്ങൾ മുൻപ് നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിലും SMCIയുടെ കമ്പനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഹിൻഡൻബർഗിൻ്റെ ഷോർട്ട് റിപ്പോർട്ട് വന്നു. അപ്പോൾ ആ കമ്പനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അവർ കുറച്ച് ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെന്നും ഇതുപോലെ ഈ സെയിൽസ് ഒക്കെ കുറച്ച് കൂട്ടി കാണിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത ഒഫീഷ്യലായിട്ട് പോലും അല്ല, ഒരു ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം അവർ പുറത്താക്കിയതോടെ സ്റ്റോക്ക് വലിയ രീതിയിലാണ് ക്രാഷ് ചെയ്തത്. പിന്നെ ആ ലെവലിലേക്ക് പിന്നെ ഒരിക്കലും ഇതുവരെ ആയിട്ട് പോലും ഉയർന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന കാര്യം മാത്രമല്ല, എവിടെ ഇത് നടക്കുന്നോ, എവിടെ ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ടോ, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സംശയങ്ങൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ റൂമേഴ്സ് വരികയാണെങ്കിലോ ഈ ഒരു ഭയങ്കര വോളറ്റിലിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹൈ PE സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹൈ PE സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചെറിയ റൂമേഴ്സ് വന്നാൽ പോലും അതിന് വലിയ സ്റ്റോക്കിന് വോളറ്റിലിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് അതിനോട് വലിയ രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് കല്യാൺ മാനേജ്മെന്റിന്റെ ബോർഡ് January 14 ഒരു കോൺഫറൻസ് കോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിനും അവർ പോയിന്റ് ബൈ പോയിന്റ് അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇൻകം ടാക്സ് റേറ്റ് ഒക്കെ നടന്നിട്ടില്ല, വെറും ഫോൾസ് ക്ലെയിം ആണ്, ഓവർ വാല്യൂഡ് ഒന്നും അല്ല, എല്ലാം കറക്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഓവർ വാല്യൂഡ് വരാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ പ്രൊമോട്ടർ എയർക്രാഫ്റ്റും ഹെലികോപ്റ്റർ ഒന്നും വാങ്ങാൻ വേണ്ടി പ്ലാൻ ഇല്ല, അങ്ങനത്തെ ഒക്കെ വെറുതെ കള്ളത്തിനാണ്. പിന്നെ ഷെയർ പ്ലെഡ്ജിന്റെ കാര്യത്തിൽ അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് തക്കതായുള്ള കാരണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് നമ്മൾ ഷെയർ പ്ലെഡ്ജിങ് എന്നുള്ളതായിരുന്നു നോക്കാം. കാരണം അത് മാത്രമാണ് ആക്ച്വലി ചെയ്തു എന്ന് മാനേജ്മെന്റ് സമ്മതിച്ചത്. അപ്പോൾ നമുക്ക് ഷെയർ പ്ലെഡ്ജിങ് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. ഷെയർ പ്ലെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കല്യാൺ ജ്വല്ലേഴ്സിന്റെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, അവർക്ക് കുറച്ച് പൈസ വേണം. ആ പൈസയ്ക്ക് കൊളാട്രലായിട്ട് അവർ കമ്പനിയുടെ ഷെയർസ് വെക്കുന്നു. അതായത് ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഈ ഒരു കമ്പനിയുടെ ഷെയർസ് നിങ്ങൾ കൊളാട്രലായിട്ട് വെച്ചോ, എന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് ലോൺ വാങ്ങുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഷെയർ പ്ലെഡ്ജിങ് കളിക്കുക. ഇതിന് പല പല കാരണങ്ങളുണ്ട്. കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി, എക്സ്പാൻഷന് വേണ്ടിയിട്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഡെറ്റ് ഓൾറെഡി ഉള്ള ലോൺസ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി ചെയ്യാം. പിന്നെ തൽക്കാലം വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സിന് ഇത് ചെയ്യാം. പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. ആൻഡ് ലാസ്റ്റ്ലി സ്റ്റോക്ക് ബൈബാക്കിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഓൾറെഡി മാർക്കറ്റിലുള്ള ഷെയർ കുറച്ച് തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടും ഈ ഒരു പൈസ യൂസ് ചെയ്യാം. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഷെയർ പ്ലെഡ്ജിങ് ചെയ്തത് ഈ സ്റ്റോക്ക് അഥവാ ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓൾറെഡി നമ്മളെ പോലത്തെ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് ഈ ഒരു ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബൈബാക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, അപ്പോൾ ഓവറോൾ കമ്പനിയുടെ ടോട്ടൽ ഇപ്പോൾ 1 ലക്ഷം ഷെയർ ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഈ കമ്പനി 20,000 ഷെയർ വാങ്ങിച്ചാൽ മാർക്കറ്റിൽ 80,000 ഷെയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെർ ഷെയർ കമ്പനിയുടെ വാല്യൂ കൂടും. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, നമ്മളെ പോലെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ്, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഷെയറിന്റെ വാല്യൂ എന്താണ്, കൂടുകയാണ് ഈ ഒരു പ്രോസസ്സ് വഴി ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ സ്റ്റോക്കിന്റെ പ്രൈസും കൂടും, ഏർണിംഗ്സ് പെർ ഷെയർ ഒക്കെ കൂടും. അപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ആരൊക്കെ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ടോ അവർക്കൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഷെയർ പ്ലെഡ്ജ് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഈ ഒരു സ്റ്റോക്ക് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എപ്പോഴും നെസസറിലി ഷെയർ പ്ലെഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി ക്യാഷോ അല്ലെങ്കിൽ വേറെ റിസർവ്സോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ക്ലാരിഫൈ ചെയ്തു. പക്ഷേ ഈ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം പോലും സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചതിൻ്റെ പീക്കിലേക്കോ അല്ലെങ്കിൽ തിരിച്ചതിൻ്റെ മുകളിലേക്കോ ഉള്ളൊരു ട്രെൻഡ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്ലിയർ അർത്ഥം ഇത്രയേ ഉള്ളൂ, മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു ക്ലാരിഫിക്കേഷനിൽ 100% കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിന് ഇല്ല എന്നുള്ള കാര്യമാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുവരെ നടന്ന കാര്യങ്ങൾ. ഒബ്വിയസ്ലി ഇനി ഒഫീഷ്യലായിട്ടുള്ള സോഴ്സസ് എന്നൊക്കെ ഇനി വാർത്തകൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണോ, കാരണം ഇതൊക്കെ മാനേജ്മെൻറ്റ് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 100% ഈ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഫസ്റ്റ് കാര്യം, കറണ്ട് ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ചിലപ്പം അവർ കൺവിൻസ്ഡ് ആവുമെങ്കിൽ വാങ്ങുമായിരിക്കും. പക്ഷേ മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, അവർ സെല് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവർക്ക് ഈ കല്യാൺ ജ്വല്ലേഴ്സ് തന്നെ ഉള്ളൂ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നൊന്നുമില്ല. അവർക്ക് പല വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവർ വേറെ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ തേടി പോകുമായിരിക്കും. ലെസ് റിസ്കി ആയിട്ടുള്ള വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ ഓൾറെഡി കിടപ്പുണ്ടാവും. അപ്പോൾ അതിൽ അവർക്ക് തേടി പോകുമായിരിക്കും. കാരണം അവർ ചിലപ്പോൾ പാനിക് ആയി പോയിട്ടുണ്ട്, കുറേ പൈസ ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇനിയും വീണ്ടും ഇതിടാൻ ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സ്റ്റോക്ക് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂ ഇൻവെസ്റ്റേഴ്സ് അവർ
നോക്കുമായിരിക്കും. കാരണം ഇപ്പോൾ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കല്യാൺ ജുവലേഴ്സിൽ ഇൻവെസ്റ്റഡ് അല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്, കുറച്ച് ചീപ്പായിട്ട് എനിക്ക് വാങ്ങാം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങുമായിരിക്കും. പക്ഷേ അപ്പോഴും ഈ ഒരു ക്ലാരിഫിക്കേഷൻ 100% കിട്ടാതെ ന്യൂ ഇൻവെസ്റ്റേഴ്സ് വാങ്ങാനുള്ള ചാൻസ് കുറവാണ്. അപ്പം ന്യൂ ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരു പക്ഷേ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ജാനുവരി 30th ഈ കല്യാൺ ജുവലേഴ്സിൻ്റെ 3ാമത്തെ ക്വാർട്ടറിൻ്റെ ഏർണിംഗ്സ് റിലീസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു കോൺഫറൻസ് കോൾ ഉണ്ടാവും. അപ്പോൾ അതിലെ മാനേജ്മെൻറ്റ് റെസ്പോൺസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ ഇതിനെപ്പറ്റി കൺസിഡർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അവരും എന്ത് ചെയ്യും, വേറെ കമ്പനീസും നോക്കും. കാരണം ഈ കല്യാൺ ജുവലേഴ്സ് തന്നെ വാങ്ങുന്നവർക്ക് നിർബന്ധമില്ല. മാത്രമല്ല ഈ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ക്രാഷ് കഴിഞ്ഞിട്ടും സ്റ്റോക്കിൻ്റെ PE ഇപ്പോഴും 82 ആണ്. കാരണം അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴും നല്ലൊരു എക്സ്പെക്റ്റേഷൻസ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ആ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്താലേ നല്ല പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും താഴെ വന്നാൽ ഈ പുതിയ ഇൻവെസ്റ്റേഴ്സും പൈസ ഇനിയും നഷ്ടപ്പെടുകയുള്ളൂ ഈ ഒരു ലെവലിൽ വെച്ചിട്ട്. ഓക്കെ, ലാസ്റ്റ് കാര്യം നമ്മൾ ഇതൊന്നൊരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഫസ്റ്റ് കാര്യം, ഹൈ PE സ്റ്റോക്ക് ആണെങ്കിൽ ഭയങ്കര ഈ വോളറ്റിലിറ്റി കാണിക്കും. പ്രത്യേകിച്ച് ഇതുപോലത്തെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹൈ വോളറ്റിലിറ്റി ആയിരിക്കും കാണിക്കുക. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള വോളറ്റിലിറ്റി ആയിരിക്കും കാണിക്കുക. മാത്രമല്ല ഹൈ PE സ്റ്റോക്സിന് ഈ റൂമേഴ്സ് ഇല്ലെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 80 PE സ്റ്റോക്കിനാണെങ്കിൽ 50% ഗ്രോത്ത് ഓൾറെഡി എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 30% വല്ല 40% ആയി പോയി കഴിഞ്ഞാൽ അടുത്ത ക്വാർട്ടറിലോ അടുത്ത ഇയറിലോ ആയി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് താഴേക്ക് കറക്റ്റ് ചെയ്തോളും. നേരെ മറിച്ച് അത് 60% 65% ഒക്കെ ഓരോ വർഷം ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ അത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടാനാണ് ചാൻസ്. അപ്പോൾ ഹൈ PE സ്റ്റോക്സ് ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. കാരണം അത്രത്തോളം എക്സ്പെക്ടേഷൻ അതിൽ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ PE സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലുമില്ല. ഹൈ PE സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അതിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ. പക്ഷേ അപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യുന്നതായിരിക്കും ഒരു നല്ല ഐഡിയ. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്, ഞാൻ മൊത്തം കല്യാൺ ജുവലേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക. ഞാൻ ചിലപ്പോൾ 30% ഡൗൺ ആയിരിക്കും. മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ട പൈസ എനിക്ക് ചിലപ്പോൾ ഒരിക്കലും തിരിച്ച് കിട്ടിയില്ല എന്നും വരും. അപ്പോൾ എപ്പോഴും ബെസ്റ്റ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഹൈ PE സ്റ്റോക്സും ഹൈ എക്സ്പെക്ടേഷൻ സ്റ്റോക്സ് വാങ്ങുമ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യായിരിക്കും നല്ലത്. കാരണം അങ്ങനെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 ലക്ഷം ഉള്ള പൈസയിൽ ഒരു 10,000 രൂപ നിങ്ങൾ കല്യാൺ ജുവലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള 10,000 രൂപ ബാക്കിയുള്ള കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ലോസ് ഒരു കമ്പനിയിൽ നിന്ന് മാത്രം വരില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് ഒക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യായിരിക്കും നല്ലത്. ലാസ്റ്റ് പേഷ്യൻസ് വേണ്ടി വരും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നതിനെ കാണുന്നത് എപ്പോഴും നല്ലത് പേഷ്യൻസ് ആണ്. പക്ഷേ പേഷ്യൻസ് ഒക്കെ ഏറ്റവും ബെസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പം ഈ 795 ഓൾറെഡി പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഇൻവെസ്റ്ററാണ് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആണ് 128 PE. അപ്പോൾ മിക്കവാറും ഒരു ഫോള് ഈ റൂമേഴ്സ് ഇല്ലെങ്കിൽ പോലും വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഫുള്ള് ഷെയർ സെല് ചെയ്യണമെന്നല്ല ഒരിക്കലും. ആ ഒരു മാനേജ്മെന്റിന് ക്ലാരിഫൈ ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഒബ്വിയസ്ലി കുറച്ച് ട്രിക്കി പാർട്ടാണ്. പക്ഷേ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ മുകളിലുള്ള 2 കാര്യങ്ങളാണ്. ഹൈ PE സ്റ്റോക്സ് കുറച്ച് റീസണബിൾ ആയിട്ട് അത്രത്തോളം എക്സ്പെക്ടേഷൻ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ മാത്രം വാങ്ങാം. മാത്രമല്ല വാങ്ങുകയാണെങ്കിൽ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ ബിസിനസ് മോഡലൊക്കെ വെച്ച് നമ്മൾ കമ്പനി വാല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കമ്പനിയാണ്, വലിയ ഹൈ പ്രോസ്പെക്ട്സ് ഉള്ള കമ്പനിയാണ്. പക്ഷേ അതേസമയം ഈ സ്റ്റോക്കിൻ്റെ ഹൈ വാല്യുവേഷനും ഹൈ PE ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് മനസ്സിലാവും നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി അതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോഴും ഒരു ചീപ്പായിട്ടുള്ള സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല വലിയ റിസ്കുകളുണ്ട്. ഈ പറഞ്ഞ അലിഗേഷൻസും ഈ റൂമേഴ്സും ഒക്കെ ചിലപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഇനിയും സ്റ്റോക്ക് താഴേക്ക് ഭയങ്കര വലിയ രീതിയിൽ ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ അലിഗേഷൻസ് ഒന്നും ട്രൂ അല്ല, ഒരു കാര്യം അതിൽ സത്യമല്ല എങ്കിൽ സ്റ്റോക്ക് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയൊരു ഹൈ റിസ്ക് എലമെന്റ് അവിടെ കിടപ്പുണ്ട്. അപ്പം ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇറ്റ് ഇസ് ബെസ്റ്റ് ടു വാച്ച് ഔട്ട് ഈ ഒരു മൊത്തത്തിൽ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നോക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വെറുതെ കാണുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. കാരണം ഇതുപോലത്തെ സിറ്റുവേഷനിൽ നാളെ നിങ്ങൾ ഒരു സ്റ്റോക്ക് ഓൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ കമ്പനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് നേരത്തെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ലെസൺ കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ജസ്റ്റ് കാണുക, പുറത്തിരുന്ന് സൈഡ് ലൈൻസ് ഇരുന്ന് കാണുക എന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പനിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇതുപോലത്തെ ബിസിനസ് മോഡലിനെ പറ്റിയിട്ടും ഹൈ PE സ്റ്റോക്സിൻ്റെ ഒരു ഡേഞ്ചറിനെ അല്ലെങ്കിൽ വോളറ്റിലിറ്റിനെ പറ്റിയിട്ടും ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. ഒരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് നിന്ന് മാത്രം നിങ്ങൾ ഈ വീഡിയോനെ കാണാം. ഈ കമ്പനി വാങ്ങണമോ വാങ്ങാൻ പാടില്ലയോ എന്നുള്ള ഒരു റെക്കമെൻഡേഷനും ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം കാണാം. അത് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രമാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.